ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രപതി എന്ന വിഷയത്തെ ആസ്പദമാക്കിയ എൻ്റെ ക്ലാസ്സിൻ്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള എൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രത്തിൻ്റെ തലവൻ, പ്രഥമ പുരുഷൻ, പ്രഥമ പൗരൻ, സർവ്വസൈന്യാധിപൻ, പരമോന്നത അധികാരി എന്നെല്ലാം അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രത്തിൻ്റെ തലവൻ, പ്രഥമ പുരുഷൻ, പ്രഥമ പൗരൻ, സർവ്വസൈന്യാധിപൻ, പരമോന്നത അധികാരി എന്നെല്ലാം അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് 52 ആർട്ടിക്കിൾ 52 ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 54 ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് പ്രാതിനിധ്യ വോട്ടവകാശ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനുള്ള യോഗ്യത. ഒന്നാമത്തെ യോഗ്യത ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. രണ്ടാമത്തെ യോഗ്യത 35 വയസ്സ് പൂർത്തിയായിരിക്കണം. മൂന്നാമത് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതയുള്ള വ്യക്തി ആയിരിക്കണം. നാലാമതായി പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആവരുത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകളാണ്: ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യത ഉള്ള ആളായിരിക്കണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആവരുത്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യൻ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഒരു മാസത്തെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഒരു മാസത്തെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവുണ്ടാകുന്ന 3 സാഹചര്യങ്ങൾ: മരണം, രാജി, ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവുണ്ടാകുന്ന 3 സാഹചര്യങ്ങളാണ് മരണം, രാജി, ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വന്നാൽ എത്ര കാലയളവിനുള്ളിൽ ആ ഒഴിവ് നികത്തണം? 6 മാസം. 6 മാസത്തിനുള്ളിൽ രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വന്നാൽ നികത്തണം. രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വന്നാൽ
ആ സ്ഥാനം വഹിക്കേണ്ട വ്യക്തി ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലാത്ത അവസ്ഥ വന്നാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലാത്ത സാഹചര്യം വന്നാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇങ്ങനെ രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ളയാണ്. ഇങ്ങനെ രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ളയാണ്. ഭരണഘടനാ ലംഘനം നടത്തിയാൽ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻറ്റ് എന്നാണ്. ഭരണഘടനാ ലംഘനം നടത്തിയാൽ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻറ്റ് എന്നാണ്. ഇംപീച്ച്മെൻറ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA-യിൽ നിന്നുമാണ്. ഇംപീച്ച്മെൻറ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA-യിൽ നിന്നുമാണ്. ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 61. ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 61. നാളിതുവരെ ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയെയും ഇംപീച്ച്മെൻറ്റ് ചെയ്തിട്ടില്ല. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. ഒന്നാമത്തേത്, പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനും പാർലമെൻറ്റ് നിർത്തിവെക്കാനും ലോക്സഭ പിരിച്ചുവിടാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. 2, ഓരോ വർഷത്തിലെയും പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തെയും പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. 3, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. 4, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം. 5, മരണശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ഇളവ് ചെയ്യാനും പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുമുള്ള അധികാരം. രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 72. എന്നാൽ ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 161. രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 72. ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 161. 6, പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിക്ക്. എന്താണ് ഓർഡിനൻസ് എന്ന് ചോദിച്ചാൽ നിയമനിർമ്മാണ സഭയ്ക്ക് പകരം കാര്യനിർവഹണ വിഭാഗം അഥവാ ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങളാണ് ഓർഡിനൻസ്. നിയമനിർമ്മാണ സഭയ്ക്ക് പകരം കാര്യനിർവഹണ വിഭാഗം അഥവാ ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങളെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓർഡിനൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 123 ആണ്. ഓർഡിനൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 123. ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി 6 മാസമാണ്. ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി 6 മാസമാണ്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ. പ്രധാനമായും 3 തരത്തിലുള്ള വീറ്റോ അധികാരമാണ് രാഷ്ട്രപതിക്കുള്ളത്. 1, അബ്സല്യൂട്ട് വീറ്റോ. 2, സസ്പെൻസീവ് വീറ്റോ. 3, പോക്കറ്റ് വീറ്റോ. എന്താണ് അബ്സല്യൂട്ട് വീറ്റോ? പാർലമെൻറ്റ് പാസാക്കിയ ബില്ല് ഒപ്പിടാതെ പിടിച്ചു വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്നാൽ പാർലമെൻറ്റ് പാസാക്കിയ ബില്ല് മടക്കി അയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്നാൽ പാർലമെൻറ്റ് പാസാക്കിയ ബില്ല് പ്രത്യേകിച്ച് നടപടിയൊന്നുമെടുക്കാതെ വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ്. പോക്കറ്റ് വീറ്റോയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 111. പോക്കറ്റ് വീറ്റോയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ
111. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം. പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ആരാണ് ഒപ്പുവെക്കേണ്ടത്? രാഷ്ട്രപതി. പാർലമെൻറ്റ് പാസാക്കിയ ഒരു ബില്ല് മേൽപ്പറഞ്ഞ വീറ്റോ അധികാരങ്ങൾ ഉപയോഗിച്ച് ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. എന്നാൽ ആ ബില്ല് വീണ്ടും പാർലമെൻറ്റ് പാസാക്കി വന്നാൽ രാഷ്ട്രപതി ഒപ്പുവെച്ചേ തീരൂ. രാഷ്ട്രപതി തിരിച്ചയക്കുന്ന ബില്ലുകൾ വീണ്ടും പാർലമെൻറ്റ് പാസാക്കി വന്നാൽ രാഷ്ട്രപതിക്ക് ഒപ്പുവെച്ചേ തീരൂ. ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളുമായി ഞാൻ തുടർന്നുള്ള എപ്പിസോഡുകളിൽ എത്തുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.